നമസ്കാരം. പാൻ ഇന്ത്യൻ ഹിറ്റടിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നു. നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ 5 സംസ്ഥാനങ്ങളിൽ തിയേറ്റർ പരസ്യം നൽകാനാണ് ഇപ്പോൾ പിണറായി സർക്കാർ ആലോചിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാരക തോൽവി കിട്ടിയതോടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നെട്ടോട്ടങ്ങളും ശ്രമങ്ങളുമായി പിണറായി സർക്കാർ രംഗത്തുണ്ടിപ്പോൾ. കേരളത്തിന്റെ പൊതുവായ നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവ വിശദീകരിക്കുന്ന പരസ്യം 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മലയാളികൾ ഏറെയുള്ള കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങളിലെ നഗരപരിധിയിലുള്ള 100 തിയേറ്ററുകളിലാണ് 90 സെക്കൻഡ് ദൈർഘ്യമുള്ള കേരള സർക്കാരിന്റെ വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യവ്യാപകമായി ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും പേരും പ്രഭയും മങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിന്റെ ഇടതുഭരണ മാതൃക വിവരിച്ചുള്ള ഇത്തരത്തിലൊരു പരസ്യ പ്രദർശനം ഒരുങ്ങുന്നത്. PRDയുടെ എംപാനൽഡ് ഏജൻസികൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ്, UFO എന്നിവയെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനം. ദേശീയ ചിഹ്നം പോലും കയ്യിൽ നിന്ന് പോയ പാർട്ടിക്ക് ഇനി പരസ്യം കൊണ്ട് നിലനിൽപ്പുള്ളൂ എന്നാണ് ഇതിൽ നിന്നും കരുതേണ്ടത്. തുടർഭരണം പിടിക്കണമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ചെപ്പടി വിദ്യകളും പൊടിക്കൈകളും ചെയ്തേ മതിയാകുള്ളൂ. പരസ്യത്തുകയായ 18 ലക്ഷം അനുവദിച്ചുകൊണ്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്യാം V ആണ് ഇപ്പോൾ ഇതിന് അനുകൂലമായ ഉത്തരവിറക്കിയിരിക്കുന്നത്. PRDയുടെ എംപാനൽഡ് ഏജൻസികൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ്, UFO എന്നിവയെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനം. അന്തർ സംസ്ഥാന പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കുമായി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 22 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് തിയേറ്റർ പരസ്യങ്ങൾക്കായി മാത്രം 18 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഒരു തവണ പ്രദർശനത്തിന് 162 രൂപയാണ് നൽകുക. പരമാവധി 28 ദിവസം പ്രദർശിപ്പിക്കണം. സംസ്ഥാന സർക്കാരിന്റെ സവിശേഷമായ നേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നതാകും പരസ്യം. സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇക്കാര്യം CPM സംസ്ഥാന കമ്മിറ്റി തന്നെ അവലോകനം ചെയ്ത് തുറന്നു പറഞ്ഞ കാര്യമാണ്. അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് BJP-യിലേക്ക് ഒഴുകിയെന്നും BJP-ക്കും സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാശേഷി ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായെന്നും ഈ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ തിരിച്ചടി മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ചയും പാർട്ടിക്ക് സംഭവിച്ചു. കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് ലോക്സഭയിൽ CPM-ന് ഉണ്ടായത്. BJP-ക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തവണ അവർ കാര്യമായ നേട്ടവും മുന്നേറ്റവും ഉണ്ടാക്കിയെടുത്തു. അപകടകരമായ ഈ വളർച്ച പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി മുൻതൂക്കം നൽകണം. തിരുവനന്തപുരത്തെയാണ് BJP ഏറ്റവും വലിയ വളർച്ച നേടിയത്. വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിന്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താകുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത്തവണ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP-ക്ക് പോകുന്നത് തടയാൻ കാര്യമായ പ്രവർത്തനവും ഇടപെടലും വേണ്ടിവരും. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP ജനപ്രതിനിധികൾ കൂടുതൽ ജനകീയരായി മാറുമ്പോൾ CPM പ്രതിനിധികൾക്ക് പലയിടത്തും ആ വിശ്വാസം പോലും നിലനിർത്താനാകാത്ത സാഹചര്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങിയത് കേന്ദ്രം അർഹമായ പണം തരാത്തത് കൊണ്ടാണെങ്കിലും കേന്ദ്രം അർഹമായ പണം തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചെങ്കിലും അതും നടന്നില്ല. ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിലും വീഴ്ചയുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരം വിലയിരുത്തലൊന്നുമില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ വിശദീകരണം നൽകാനാകാഞ്ഞത് തിരിച്ചടിയായെന്ന വിമർശനം സംബന്ധിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇത്രയൊക്കെ പ്രതിച്ഛായ പോയ CPM-ന് ഇനി പരസ്യം വിറ്റോ അല്ലെങ്കിൽ പരസ്യം കാണിച്ച് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ സർക്കാരിന്റെ പരസ്യം നൽകാൻ ഇപ്പോൾ ആലോചനയിലുള്ളത്.